വീണ്ടും പവർ കട്ട് ആവശ്യപ്പെട്ട് KSEB രംഗത്തെത്തുന്നു. സംസ്ഥാന സർക്കാരിന് രേഖാമൂലം KSEB മാനേജ്മെന്റ് ഈ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. പക്ഷേ ഇതുവരെയും സർക്കാർ ഈ വിഷയത്തിൽ ഔദ്യോഗികമായ തീരുമാനമെടുത്തിട്ടില്ല. ഓവർലോഡ് കാരണം പലയിടത്തും അപ്രഖ്യാപിതമായി തന്നെ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട്. ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോമറുകൾക്ക് തകരാർ സംഭവിച്ചു. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഇന്നലെ 11.31 കോടി യൂണിറ്റാണ് ഇന്നലത്തെ ദിവസം മാത്രം ഉപയോഗിച്ച്. പീക്ക് സമയത്തെ ആവശ്യകതയും വർദ്ധിക്കുന്നു. 5646 മെഗാവാട്ടാണ് ഇന്നലെ പീക്ക് സമയത്ത് മാത്രം ഉപയോഗിച്ചത്. KSEBയുടെ അടിയന്തര യോഗം മറ്റന്നാൾ ചേർന്ന് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നു എന്നതാണ്. വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുണ്, അസാധാരണ സാഹചര്യമാണ്. KSEB ഓരോ ദിവസവും പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ സംസ്ഥാനത്തിന്റെ വൈദ്യുതി ഉപഭോഗം എത്ര കണ്ട് വർദ്ധിക്കുന്നു എന്ന കാര്യം വ്യക്തമായിരുന്നു. ഈ സാഹചര്യത്തെ എങ്ങനെ നേരിടണമെന്നതാണ് KSEBയുടെ ആവശ്യം. നിയന്ത്രണമാണ് KSEBയുടെ ആവശ്യം. വൈദ്യുതി നിയന്ത്രണമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല, പവർ കട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന നിലപാടിലാണ് KSEB ഉള്ളത്. ഇക്കാര്യം വൈദ്യുതി മന്ത്രിയോട് KSEB നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ മന്ത്രി ഇതുവരെയും മറുപടി നൽകിയിട്ടില്ല. ഓവർലോഡ് കാരണമാണ് പലയിടത്തും അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇപ്പോഴുണ്ട്. രാത്രികളിൽ പലയിടത്തും അതൊരു ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോലും നയിക്കുമ്പോൾ ആശങ്കകളുണ്ട്. പലയിടത്തും മണിക്കൂറുകളോളം രാത്രി അർദ്ധരാത്രിയും മറ്റും വൈദ്യുതി ലൈൻ ഓഫാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്നു. ഈ സാഹചര്യത്തിലാണ് പവർ കട്ടില്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്ന നിലപാടിലേക്ക് KSEB മാറുന്നത്. ഇതുവരെ 700-ലധികം ട്രാൻസ്ഫോമർക്ക് തകരാർ സംഭവിച്ചു. ഓവർലോഡ് കാരണമാണ് ട്രാൻസ്ഫോമറുകൾ തകരാറ് സംഭവിക്കുന്നത്. വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലാണ്. ഇന്നലെ 11.31 കോടി യൂണിറ്റാണ് സംസ്ഥാനത്ത് ഉപയോഗിച്ചത്. പീക്ക് സമയത്തെ ആവശ്യകതയിലും റെക്കോർഡ് വർധനയാണുള്ളത്. 5646 മെഗാവാട്ടാണ് പീക്ക് സമയത്ത് സംസ്ഥാനത്ത് ഉപയോഗിക്കുന്നത്. മുന്നോട്ട് ഒരു കാരണവശാലും പവർ കട്ട് ഇല്ലാതെ അല്ലെങ്കിൽ അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് സംസ്ഥാനം ഓരോ ദിവസവും മാറുകയാണ്. വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം ഈ ചൂടുകാലത്ത് ഫാനും AC ഒക്കെ ഉപയോഗിക്കുന്ന അപ്പുറത്തേക്ക് വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം സംസ്ഥാനത്ത് വർദ്ധിച്ചിട്ടുണ്ട്. വൈദ്യുത വാഹനങ്ങൾ ചാർജ് ചെയ്യുമ്പോൾ വലിയ തോതിൽ വൈദ്യുതി ഉപയോഗിക്കേണ്ടി വരുന്നു. രാത്രിയാണ് പലപ്പോഴും ഈ വാഹനങ്ങൾ ആളുകൾ ചാർജ് ചെയ്യാനിടതും ഈ രാത്രിയിലെ വൈദ്യുതി ഉപയോഗം കൂടാനുള്ള കാരണമായി മാറുന്നുണ്ട്. ട്രാൻസ്ഫോമറുകളുടെ ലോഡ് കൂടുന്നതിനും അതൊരു കാരണമായി KSEB കാണുന്നു. അതുകൊണ്ട് വാഹനങ്ങളുടെ ചാർജിങ് മറ്റും പുനഃക്രമീകരണ ആവശ്യവും KSEB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സംസ്ഥാനം കടുത്ത വൈദ്യുതി ക്ഷാമത്തിലേക്ക് വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് പോവുകയാണ്. ലോഡ് ഷെഡിങ്ങും പവർ കട്ടുമിന്റെ സംസ്ഥാനമെന്ന ഖ്യാതി എത്ര ദിവസം നിലനിർത്താനാകുമെന്ന സംശയമാണ് ഉയരുന്നത്. മാത്രമല്ല വേനൽ മഴ ശക്തമായില്ലെങ്കിൽ ഈ പ്രതിസന്ധിക്ക് ആക്കം കൂടും. ഓരോ ദിവസവും ചൂട് കൂടുകയാണ്. സംസ്ഥാനത്ത് ഉഷ്ണതരംഗമാണ് പല ജില്ലകളിലും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗിക്കാതിരിക്കാനുള്ള ഫാനും മറ്റും ഉപയോഗിക്കാനുള്ള കഴിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും ഓരോ ദിവസവും വൈദ്യുതി ഉപയോഗം കൂടുകയാണ്. അരുണ്, ഒരു പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് എന്തായാലും ഇലക്ഷന്റെ സാഹചര്യം മാറിക്കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു നിയന്ത്രണം വേണമെങ്കിൽ അത് കൊണ്ടുവരാം എന്നൊരു ഘട്ടം സർക്കാരിന് മുന്നിലും ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പോലെയുള്ള രാഷ്ട്രീയ പ്രതിസന്ധികൾ മാറിയ പശ്ചാത്തലത്തിൽ നിയന്ത്രണം എന്ന ആവശ്യത്തിലേക്ക് സർക്കാർ വരുമോ? അത്തരത്തിൽ മന്ത്രിതല ആലോചനകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ അരുൺ? അത് നയപരമായ തീരുമാനം കൂടി എടുക്കേണ്ട വിഷയമാണ്. കാരണം ലോഡ് ഷെഡിംഗും പവർ കട്ടും ഇല്ലാത്ത സംസ്ഥാനം എന്നത് ഇടതു സർക്കാരിന്റെ മുഖമുദ്രയായി അവരുടെ ഏറ്റവും വലിയ ഭരണ നേട്ടമായി അവർ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ഒന്നാണ്. അതുകൊണ്ടുകൂടി അത്ര പെട്ടെന്ന് ഒരു പവർ കട്ടിലേക്ക് പ്രഖ്യാപിത ലോഡ് ഷെഡിംഗിലേക്ക് പോകാൻ സർക്കാരിനും വൈദ്യുതി വകുപ്പിനും കഴിയില്ല. വൈദ്യുതി മന്ത്രി മാത്രം വിദ്യാർത്ഥികളെടുക്കാവുന്ന തീരുമാനവുമല്ല. മുന്നണിയുടെ അനുമതി വേണം, മുഖ്യമന്ത്രിയുടെ അനുമതി വേണം. അതുകൊണ്ട് അത് ഉടൻ ഉണ്ടാകുമെന്ന് വ്യക്തമല്ല. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ വേണമെന്ന ആവശ്യം KSEBയുടെ ഭാഗത്തുണ്ടാകുന്നു. മന്ത്രി ഇതിനോട് ഇതുവരെയും അനുകൂലമായി പ്രതികരിച്ചില്ല. അങ്ങനെ പ്രതികരിക്കാത്തതിന് കാരണം ഈ നയപരമായ തീരുമാനം ആവശ്യമാണ് എന്നതിനാണ്. അതാണ് സാഹചര്യം. എന്തായാലും സംസ്ഥാനത്ത് ഒരു നിയന്ത്രണം ആവശ്യം എന്നതാണ് സർക്കാരിന് മുന്നിലുള്ള സാഹചര്യം. സംസ്ഥാനം നേരിടുന്ന പ്രതിസന്ധി എന്നത് ഈ പീക്ക് സമയത്തെ അധിക ലോഡാണ്. അതായത് കൂടുതൽ ആവശ്യകത ഉയരുന്നത് സന്ധ്യ സമയത്താണ്. വൈകിട്ട് 6 മുതൽ രാത്രി 10 വരെയുള്ള സമയം അതീവ നിർണായകമാണ് സംസ്ഥാനത്തെ KSEBയെ സംബന്ധിച്ച്. കാരണം ലോഡ് അധികമായി കൂടുന്നു. അതുകൊണ്ട് വൈദ്യുത ഉപകരണങ്ങൾ KSEBയുടെ വിതരണ ശൃംഖല ആകെ തന്നെ തകരാറിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ട്രാൻസ്ഫോമറുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു. ഇതിന് പുറമെയാണ് ഈ സമയത്തെ സാഹചര്യം നേരിടുന്നതിന് വേണ്ടി വൻ തുക നൽകി മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വൈദ്യുതി എത്തിക്കേണ്ടി വരുന്നു എന്ന സാഹചര്യം. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റ് സാധ്യതകൾ, സോളാർ സാധ്യതകളൊക്കെ നമുക്ക് പകൽ സമയത്ത് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിലും രാത്രി സമയത്തെ ലോഡ് നിയന്ത്രണത്തിന് നമുക്ക് കഴിയുന്നില്ല എന്നതാണ് സാഹചര്യം. എന്തായാലും വേനൽ മഴ ഉണ്ടാവണം, എന്നാൽ മാത്രമേ ഈ പ്രതിസന്ധിക്ക് അല്പമെങ്കിലും അയവുണ്ടാവുകയുള്ളൂ. ഇടയ്ക്ക് 110
ദശലക്ഷം യൂണിറ്റാണ് പ്രതിദിന സംസ്ഥാനത്തിൻ്റെ ഉപയോഗം. അത് ഇടയ്ക്ക് 96 ദശലക്ഷം യൂണിറ്റിലേക്ക് കുറഞ്ഞതാണ്. പക്ഷേ വീണ്ടും അത് കുതിച്ചുയർന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് നിയന്ത്രണം ആവശ്യവുമായി KSEB രംഗത്ത് വരുന്നത്. വി അരുൺ സൂചിപ്പിക്കുന്ന പോലെ ഒരു മന്ത്രിതല സർക്കാരിൻ്റെ ഔദ്യോഗിക തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മറ്റന്നാൾ പ്രധാനപ്പെട്ട KSEBയുടെ യോഗം ചേരുകയും ചെയ്യുന്നുണ്ട്.